ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് കെയർ കേസിന്റെ ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒപ്റ്റിക്കൽ ടു അൺലോക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊരു കൺവേർട്ടർ അഡാപ്റ്റർ ആണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് 2.1 സ്റ്റീരിയോ ആണ്, ടു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ ആണ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് എന്റെ ടി വിന്ന്. എനിക്ക് ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടി വി ഉണ്ട്, അപ്പൊ ഈ ടി വിന്ന് സ്പീക്കറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡിജിറ്റൽ കൺവേർട്ടർ വാങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളമായി. അപ്പം ഒരു വർഷത്തിന് ശേഷം എന്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു അടിപൊളി സാധനം തന്നെയാണ്. എക്സ്പെഷ്യലി നിങ്ങളുടെ ടി വിയിൽ പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സാധനമാണ്. ബട്ട് സിനിമ കാണുമ്പോൾ മാത്രം വലിയൊരു സൗണ്ട് നിങ്ങൾക്ക് കിട്ടൂല, ഒരു നോർമൽ സൗണ്ടിലായിരിക്കും. ബട്ട് നിങ്ങളിപ്പം ടി വിയിൽ സ്പോട്ടിഫൈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കിടിലൻ സൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്ന് കൺവേർട്ട് ചെയ്ത് കിട്ടാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ടു അൺലോക്ക് കൺവേർട്ടർ ആണ്. അപ്പം എന്റെ ടി വിന്ന് ഞാൻ ഒപ്റ്റിക്കൽ കേബിളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് തന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം. ഞാൻ അത് വാങ്ങുമ്പോൾ ഇതിന് 500 രൂപയാണ്. ബട്ട് ഇപ്പൊ ഇതിന് 550 രൂപ, അതായത് 549 രൂപക്കാണ് ഇപ്പൊ നിങ്ങളിത് ആമസോണിൽ വിൽക്കുന്നത്. അപ്പം ഞാൻ ഇത് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് ടി വിയിൽ എങ്ങനെ ഇതിന്റെ സെറ്റിംഗ്സ് ചെയ്ത് വെക്കണം എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ടി വി ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺവേർട്ടർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇവിടെ RL ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഇതിന് 5 വോൾട്ട് മാക്സിമം ഒരു പവർ സപ്ലൈ വരുന്നുണ്ട്. നമ്മുടെ സെപ്പറേറ്റ് പവർ സപ്ലൈ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ പവർ സപ്ലൈ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പവർ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റെഡ് ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഓൺ ആയി എന്നാണ് അർത്ഥം. എന്നിട്ട് നമ്മുടെ ഈ 2 കേബിൾ കറക്റ്റ് കളറിനനുസരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. റെഡിന് റെഡ്, വൈറ്റിന് വൈറ്റ്, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട്. ഓക്കെ, ആ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ടി വിന്ന് നമ്മുടെ ഒപ്റ്റിക്കൽ കേബിൾ ഇവിടേക്ക് കണക്ട് ചെയ്യണം, ഒപ്റ്റിക്കൽ കേബിൾ. അപ്പം ഇതേപോലത്തെ ഒരു കേബിൾ കണക്ഷൻ, ഒപ്റ്റിക്കൽ കണക്ഷന് നമ്മുടെ ടി വിയിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ടി വിന്ന് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ കേബിൾ. ഇത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും, ഈ ഒരു ഒപ്റ്റിക്കൽ കേബിൾ. നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്ത ഇതേപോലെ ഒരു റെഡ് ലൈറ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ കഴിയും. അപ്പൊ ജസ്റ്റ് എന്നിട്ട് അത് ഈ ഒരു പോർട്ടിന്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഒരു കൈ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ കഴിയില്ല, അപ്പൊ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒപ്റ്റിക്കൽ കേബിൾ നമ്മുടെ ഈ ഒരു കൺവേർട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് വേറെ ഒന്നുമില്ല, ടി വിയിൽ സെറ്റിംഗ്സിൽ പോയിട്ട് കുറച്ചൊരു പരിപാടി സെറ്റ് ചെയ്യാണ്ട്, കുറച്ച് നല്ല സിമ്പിൾ പരിപാടി. എന്നിട്ട് സ്പീക്കർ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് അത് കാണിച്ചു തരാം. അപ്പൊ അതിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടിച്ചാൽ, നിങ്ങളുടെ നേരെ ടി വിയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ സെറ്റിംഗ്സ് പോവാൻ, എന്നിട്ട് സൗണ്ട് പോവാം. അപ്പൊ ഞാൻ ഫസ്റ്റ് സൗണ്ട് ഒന്ന് സ്പീക്കറിലേക്ക് ആക്കി എടുക്കട്ടെ. ഓക്കെ, ഇപ്പോൾ സ്പീക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എക്സ്പേർട്ട് സെറ്റിംഗ്സ് പോയിട്ട് നിങ്ങൾ ഇവിടെ കാണാം, ഇതൊരു സാംസങ് ടി വി ആണ്. അപ്പം ഫസ്റ്റ് HDMI ഇൻപുട്ട് ഓഡിയോ ഫോർമാറ്റും ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓഡിയോ ഫോർമാറ്റും നിങ്ങൾ PCMലേക്ക് ആക്കുക. ഇത് ബിറ്റ് സ്ട്രീം ആയിരിക്കും ഉണ്ടാവുക, ബട്ട് എന്നിട്ട് അത് PCMലേക്ക് ആക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് ആണെങ്കിലും ഡോൾബി അറ്റ്മോസ്, ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഉണ്ടാവും, ബട്ട് അതൊന്നും വേണ്ട, PCMലേക്ക് ആക്കുക. അപ്പോൾ 2 PCMലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ടി വിയിൽ ചെയ്യേണ്ട പരിപാടി. ഓക്കെ, ഇപ്പോൾ ഞാൻ ടി വിയിൽ സ്പോട്ടിഫൈ വെച്ചിട്ടുണ്ട്, സ്പീക്കർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പാട്ട് കേൾക്കാൻ പറ്റും. ഫുള്ള് പ്ലേ ചെയ്യുന്നില്ല. അപ്പം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഡിജിറ്റൽ കൺവേർട്ടർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടി വിന്ന് സ്പീക്കറിലേക്ക് മ്യൂസിക് കണക്ട് ചെയ്യാൻ പറ്റും. മ്യൂസിക് ആണെങ്കിലും എന്ത് ഓഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് സിനിമ കാണാൻ എന്താണെങ്കിലും പറ്റും. അപ്പോൾ ഈ ഇത്രയുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ആ ലിങ്ക് നെക്കി വാങ്ങാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.